രാവിലെ ഇത് എങ്ങോട്ടാ ബാല? അമ്പലത്തിലോട്ട്. ശരി, പോയിട്ട് വാ. എന്റെ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ഏട്ടൻ തിരിച്ചു വരുക, എല്ലാം പഴയതുപോലെ ആവണേ. ഇതാരും ശ്രീബാലയോ? എന്താ മോളെ വിശേഷം? ഇത് പിന്നെ പൂജാരി, ഏട്ടൻ വരുന്നുണ്ട്. എന്റെ വിച്ചേട്ടൻ വരുന്നുണ്ട്. ഓ, നല്ല വാർത്തയാണല്ലോ. എന്റെ പ്രാർത്ഥന കൃഷ്ണൻ കേട്ടു പൂജാരി. ദൈവം എപ്പോഴും നിന്റെ കൂടെ കാണും പോലെ മോളെ. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവുക. പോയിട്ട് വാ മോൻ. പെട്ടെന്നായിരുന്നു അവരുടെ വീട്ടിന്റെ മുൻപിൽ ഒരു കാർ വന്നു നിന്നത്. അമ്മ, ആരോ വന്നു. കാറിൽ നിന്ന് 3 പേർ പുറത്തിറങ്ങി. അവരെ കണ്ടതും കാശി ദേഷ്യം വന്നു. അവരെ കണ്ട പാവം പോലും കാണിക്കാതെ അവൻ അവിടെ നിന്നും പോയി. വിച്ചൂട്ടാ, അമ്മ, മിണ്ടരുത്. എത്ര വർഷം വന്ന് ഇങ്ങോട്ട് വന്നിട്ട് നീ വരണ്ട. പക്ഷെ ഒരു ഫോൺ കോൾ എങ്ങനെ ചെയ്തുകൂടായിരുന്നോ? അത് പിന്നെ ഞാൻ അമ്മ ഇവിടെ ഒരാളെ ഫേസ് ചെയ്യാൻ വയ്യാത്തോണ്ടാ. നീ കൂടുതൽ എന്നെ ഒന്നും കൊണ്ട് പറയിപ്പിക്കരുത്. നിനക്ക് വേണ്ടി അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ ഉപേക്ഷിച്ചില്ലേടാ, രുദ്രയെ പോലും. എന്നിട്ട് നീ അവളോട് ഒരു വാക്ക് പറഞ്ഞോ? അമ്മ, ഞാൻ പറയുന്നത് എന്തോ അവൾ കേൾക്കില്ലായിരുന്നു. നിനക്ക് പറയാമായിരുന്നു ഗൗരിയെ നിനക്ക് ഇഷ്ടമായിരുന്നു എന്ന്. മോളെ, നിനക്കെങ്കിലും. അമ്മേ, ഞാൻ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. നിങ്ങൾ കയറി വാ, ചിത്തു വാ. ഇങ്ങനെ എനിക്ക് തരാമോ ഗൗരി? ഇതിനെന്താ അമ്മായി? മോനെ ശ്രീകുട്ട, ഇത് നിന്റെ അമ്മൂമ്മയാ. ചെല്ലും മോനെ. ചൂടാ, അമ്മമ്മയുടെ മുത്തേ. അമ്മ, ചായ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ.